Okay, welcome all. In this class, we are going to discuss about phase detectors or measuring phase angle. Phase angle. നമുക്കറിയാം വാട്ട് ഈസ് ഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് അതിനെയാണ് നമ്മൾ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സിഗ്നൽസിൻ്റെ ഫേസ് തമ്മിലുള്ള ഡിഫറൻസ് മെഷർ ചെയ്യാനാണ് ഫേസ് ഡിറ്റക്ടർ അല്ലെങ്കിൽ ഫേസ് ആംഗിൾ മെഷർമെൻറ്റ് എന്നുള്ള ടെക്നിക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ പി പി ടിയിൽ ഉള്ള ഒരു ഇതിനേക്കാളും കുറച്ചും കൂടി സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സിലബസിൽ ഫേസ് ഡിറ്റക്ടർ യൂസിങ് അനലോഗ് ഫേസ് ഡിറ്റക്ടറുണ്ട്, ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് ഡിറ്റക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ ഫ്രീക്വൻസി മിക്സർ ഓർ അനലോഗ് മൾട്ടിപ്ലയർ ഓർ ലോജിക് സർക്യൂട്ട്, എന്ത് വേണമെങ്കിൽ ആവാം. ദാറ്റ് ജനറേറ്റ്സ് എ വോൾട്ടേജ് സിഗ്നൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ഫേസ് ബിറ്റ്വീൻ ടു സിഗ്നൽ ഇൻപുട്ട്. ഇറ്റ് ഈസ് ദ എസെൻഷ്യൽ എലമെൻ്റ് ഓഫ് ഫേസ് ലോക്ക് ലൂപ്പ് PLL. PLL എന്ന് പറയുന്ന സംഗതി നമ്മളൊക്കെ മുന്നേ ഇലക്ട്രോണിക്സിൻ്റെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഫേസ് ലോക്ക് ലൂപ്പിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആണ് എന്ത് നമ്മുടെ ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. ഫേസ് ഡിറ്റക്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് സിഗ്നൽ തമ്മിലാണല്ലോ ഫേസ് മെഷർ ചെയ്യേണ്ടത്. അപ്പോൾ ഈ രണ്ട് സിഗ്നലിൻ്റെയും ഫേസിൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു വോൾട്ടേജ് അത് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഫേസ് ഡിറ്റക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ ഇതാണ്: ഇറ്റ് ഈസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് ജനറേറ്റ്സ് എ വോൾട്ടേജ് സിഗ്നൽ വിച്ച് റെപ്രസെൻറ്റ്സ് ദ ഡിഫറൻസ് ഇൻ ഫേസ് ബിറ്റ്വീൻ ടു ഇൻപുട്ട് സിഗ്നൽസ്. ഓക്കെ, യു ഷുഡ് നോട്ട് ഡൗൺ. ഇതിൻ്റെ നോട്ട്സ് ഇത് നമ്മുടെ PPTയിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ നോട്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ലോജിക് സർക്യൂട്ട് ദാറ്റ് ജനറേറ്റ്സ് a voltage signal which represents the difference in what phase between two signal inputs. Okay, it is the essential element of PLL. ഫേസ് ലൂപ്പിൻ്റെ ഒരു മെയിൻ കമ്പോണൻ്റ് ആയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫേസ് ഡിറ്റക്ടർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ദർ ആർ ടു ടൈപ്സ്. ഓക്കെ, നമുക്ക് എന്തിനൊക്കെയാണ് ഫേസ്, രണ്ട് ക്വാണ്ടിറ്റീസിൻ്റെ ഫേസ്? ദർ ആർ മെനി ആപ്ലിക്കേഷൻസ് സച്ച് ആസ് മോട്ടോർ കൺട്രോൾ ഓൺ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, സെർവോ മെക്കാനിസം, on other digital circuits. That is very very important. Okay, ഇനി നമുക്ക് ഫേസ് ലോക്ക് ലൂപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ അനലോഗ് ഫേസ് ഡിറ്റക്ടർ. വാട്ട് ഈസ് അനലോഗ് ഫേസ് ഡിറ്റക്ടർ? ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതാണ് പറയാൻ പോകുന്നത്, അനലോഗ് ഫേസ് ഡിറ്റക്ടർ. അപ്പോൾ അത് പറയണമെങ്കിൽ ആദ്യം നമുക്ക് PLL എന്താണെന്ന് പറയാം. ഫേസ് ലോക്ക് ലൂപ്പ് സിസ്റ്റത്തിൻ്റെ ഡയഗ്രാം ഞാൻ വരയ്ക്കാം. ഫസ്റ്റ് മെയിൻ കമ്പോണൻ്റ് ആണ് നമുക്ക് പറഞ്ഞ ഫേസ് ഡിറ്റക്ടറിനെ സിമ്പിളായിട്ട് PD എന്ന് എഴുതിയിട്ടാണ്. അത് കഴിഞ്ഞാൽ വി വിൽ ഹാവ് എ ലോ പാസ് ഫിൽറ്റർ. ലോ പാസ് ഫിൽറ്റർ എന്താ ചെയ്യുന്നത്? ഹൈ ഫ്രീക്വൻസി കമ്പോണൻസിനെ ഫിൽറ്റർ ചെയ്യും. ഓൺലി ലോ ഫ്രീക്വൻസി കമ്പോണൻസിനെ മാത്രമാണ് കടത്തിവിടുക. ദെൻ വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ എന്ന് പറഞ്ഞാൽ അതിന് കിട്ടുന്ന ഒരു ഇൻപുട്ട് വോൾട്ടേജ് അനുസരിച്ച് അതൊരു ഫ്രീക്വൻസി സിഗ്നൽ ജനറേറ്റ് ചെയ്യും. ഇത്രയാണ്. ദെൻ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടാവും. ഫീഡ്ബാക്കിനെ FB എന്ന് പറയും. ഇവിടെയാണ് നമ്മുടെ ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നത്. ഇൻപുട്ട് സിഗ്നലിൻ്റെ ഫ്രീക്വൻസി FSഉം വോൾട്ടേജ് VS ആണെന്ന് വിചാരിക്കുക. ദെൻ ഔട്ട്പുട്ട് സിഗ്നൽ FOUT, അതിൻ്റെ ഫ്രീക്വൻസി, ആൻഡ് FO എന്ന് പറയുന്നത്
ഔട്ട്പുട്ട് സിഗ്നലിൻ്റെ. ഈ ഔട്ട്പുട്ട് സിഗ്നലിനാണ് ഫ്രീക്വൻസി എടുത്തിരിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ ഫീഡ്ബാക്ക് ചെയ്ത് വീണ്ടും ഫേസ് ഡിറ്റക്ടറിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഫേസ് ഡിറ്റക്ടർ എന്തിവിടെ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ഫ്രീക്വൻസി അല്ലെങ്കിൽ രണ്ട് വോൾട്ടേജ്, രണ്ട് സിഗ്നലിനെ ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും കമ്പയർ ചെയ്തിട്ട് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു എറർ വോൾട്ടേജ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യും. ഈ വോൾട്ടേജ് എത്രയാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ലോക്ക് ലൂപ്പ് സിസ്റ്റത്തിന് 3 കണ്ടീഷൻ നമ്മൾ പറയും. ഫ്രീ റണ്ണിങ്, അതായത് എഫ് ഫ്രീക്വൻസി ഇൻപുട്ട് നമ്മൾ കൊടുത്തിട്ടില്ല, ഇൻപുട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കണ്ടീഷനാണ് PLLൻ്റെ ഫ്രീ റണ്ണിങ്. ചുമ്മാ റൺ ചെയ്തുകൊണ്ടേയിരിക്കും. ആ ഔട്ട്പുട്ട് എന്താണോ വരുന്നത് അത് തന്നെയാണ് തിരിച്ച് നമ്മുടെ ഫേസ് ഡിറ്റക്ടറിലേക്ക് വരിക. അങ്ങനെ അത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ദെൻ നമുക്ക് അപ്ലൈ ചെയ്തു, വെൻ ഇൻപുട്ട് ഫ്രീക്വൻസി ഈസ് അപ്ലൈഡ്. അപ്പോൾ നമ്മൾ പറയുക ക്യാപ്ചറിങ് സ്റ്റേറ്റ് എന്നാണ്. ക്യാപ്ചറിങ് സ്റ്റേറ്റ്, PLL ഈസ് ഇൻ ക്യാപ്ചറിങ് സ്റ്റേറ്റ്. ആ സമയത്ത് നമ്മൾ ഈ ഫേസ് ഡിറ്റക്ടർ രണ്ടിനും കൂടി കമ്പയർ ചെയ്തിട്ട് ഒരു എറർ സിഗ്നൽ ജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ദെൻ തേർഡ് വൺ, രണ്ടും ഈക്വലായി, ഫ്രീക്വൻസി ഓഫ് ഇൻപുട്ട് സിഗ്നൽ ഈസ് ഈക്വൽ ടു ഫ്രീക്വൻസി ഓഫ് ഔട്ട്പുട്ട് സിഗ്നൽ. ഓക്കെ, രണ്ടും ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ PLL ലോക്ക്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. ലോക്ക്ഡ് സ്റ്റേറ്റ്, ദാറ്റ് മീൻസ് ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഓക്കെ, ഇതാണ് PLLൻ്റെ മെയിൻ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമുക്ക് എങ്ങനെയാണ് അനലോഗ് ഫേസ് ഡിറ്റക്ടർ വർക്ക് ചെയ്യുന്നത് നോക്കാം. അനലോഗ് ഫേസ് ഡിറ്റക്ടർ, അനലോഗ് ഫേസ് ഡിറ്റക്ടർ ഞാൻ ചെറുതാക്കി എന്ന് എഴുതിയെന്ന് മാത്രം. ഓക്കെ, അനലോഗ് ഫേസ് ഡിറ്റക്ടർ നമ്മൾ ആ നേരത്തെ പറഞ്ഞ ഫേസ് ഡിറ്റക്ടർ കൂടെ കൺസിഡർ ചെയ്തു, അതിനൊരു സ്വിച്ചായിട്ട് അസൈൻ ചെയ്യും. അപ്പോൾ അനലോഗ് ഫേസ് ഡിറ്റക്ടർ ഈസ് ബേസിക്കലി എ സ്വിച്ച്. ഓക്കെ, സ്വിച്ചിൻ്റെ ഔട്ട്പുട്ട് നമുക്ക് എറർ സിഗ്നൽ, നമ്മുടെ എറർ സിഗ്നൽ. ഇൻപുട്ട് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന VS FS ഇൻപുട്ട് സിഗ്നൽ തന്നെ, നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന ഇൻപുട്ട് സിഗ്നൽ. ഓക്കെ, ദെൻ ഇതിലേക്ക് ഫീഡ്ബാക്ക് വരുന്നുണ്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ വോൾട്ടേജ് കൺട്രോൾഡ് ഓസിലേറ്ററിൽ നിന്ന് വരുന്ന ഔട്ട്പുട്ട് FO VO, ഔട്ട്പുട്ട് ഫ്രം VCO. ഓക്കെ, ഈ 3 കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത്. ഇനി നമുക്ക് അപ്പോൾ ഈ ഇത്രയും കാര്യങ്ങളൊക്കെ ജനറലി നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, 3 കാര്യങ്ങൾ വരുന്നു. ഇൻപുട്ട് വോൾട്ടേജ് VS, അതിൻ്റെ ഫ്രീക്വൻസി FS, ദെൻ വി ഹാവ് എറർ സിഗ്നൽ അല്ലെങ്കിൽ എറർ വോൾട്ടേജ്, ദാറ്റ് ഈസ് എ വോൾട്ടേജ്. എറർ സിഗ്നൽ എന്ന് പറയുന്ന ഒരു വോൾട്ടേജ് ആണ്, എറർ വോൾട്ടേജ്. ദെൻ we are having the feedback from voltage controlled oscillator also. So generally we can say the output of voltage control oscillator എന്ന് പറയുന്നത് ഒരു സ്ക്വയർ വേവോ അല്ലെങ്കിൽ ട്രയാങ്കുലർ വേവോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങോട്ട് വരുന്ന FOVO എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇതായിരിക്കും. ഓക്കെ, ഇത് ടൈം പീരീഡ്. അപ്പോൾ ഫ്രീക്വൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/T. അതേമാതിരി സ്ക്വയർ വേവ് ട്രയാങ്കുലർ വേവ് ആണെങ്കിൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 1/T. ഇത്രയാണ് T എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യണം, വി ആർ കൺസിഡറിങ് ഓൺലി ദ സ്ക്വയർ വേവ് ഔട്ട്പുട്ട് ഫ്രം VCO. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ക്വയർ വേവിന് 2 കണ്ടീഷൻ പറയാം. ഇതിപ്പോൾ ഒരു റെഫറൻസ് ലൈനാണ്. പോസിറ്റീവ് ഉണ്ടാവും, നെഗറ്റീവ് ഉണ്ടാവും അല്ലേ. പോസിറ്റീവിനെ ഹൈ എന്നും നെഗറ്റീവിനെ ലോ എന്നും, അല്ലെങ്കിൽ നെഗറ്റീവ് പോസിറ്റീവ് എന്ന് പറയാം, അല്ലെങ്കിൽ ഹൈ ലോ എന്ന് പറയും. ഓക്കെ, ഇത് ഒന്ന് ശ്രദ്ധിക്കുക. നമുക്കിവിടെ ഈ സ്വിച്ചിൻ്റെ കേസ് ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ഇവിടെ വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് സ്ക്വയർ വേവ് സിഗ്നലാണ് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്നത്. നൗ വി ഡ്രോ ദ സ്ക്വയർ വേവ് സിഗ്നൽ. ഓക്കെ, ജസ്റ്റ് നോട്ട് ചെയ്യാം. ഇതാണ് ഹൈ, ഇതാണ് ലോ, അഗെയിൻ ഹൈ. രണ്ടെണ്ണം വെച്ച് ഞാൻ അങ്ങനെ എടുത്തു. നമുക്ക് VO എന്ന് പറയാം അല്ലേ. VO ആണ് നമ്മുടെ വോൾട്ടേജ് VCOൻ്റെ ഔട്ട്പുട്ട് വരുന്ന ഔട്ട്പുട്ട്. അപ്പോൾ അതിൻ്റെ 0π2π ഒരു സൈക്കിള്. ഓക്കെ, ദെൻ നമുക്ക് അതിൻ്റെ ഇടയിൽ ലെറ്റ്
ഇൻപുട്ട് വോൾട്ടേജ്, നമ്മൾ കൊടുത്തിട്ടുള്ള ഇൻപുട്ട് വോൾട്ടേജ് വരച്ചു. നമ്മൾ കൊടുക്കാൻ പോകുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആദ്യം നമുക്ക് ഇൻ ഫേസ് ആയിട്ട് വരയ്ക്കാം. ഓക്കെ, വെൻ വി എസ് ഇൻ ഫേസ് എന്ന് പറഞ്ഞാൽ സെയിം ഫ്രീക്വൻസിയിൽ തന്നെ. ഓക്കെ, സെയിം ഫ്രീക്വൻസി, സെയിം ഫേസ്. അതായത് വി ഒ 0 സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ വി എസും 0 സ്റ്റാർട്ട് ചെയ്യും. പൈയിൽ തിരിച്ച് 0 ആവുന്നു, തിരിച്ച് 0 ആവുന്നു. ഇത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് നമുക്ക് 0 ആണെന്ന് പറയാം. അപ്പോൾ ഈ കേസിൽ നമ്മൾ വെൻ വി ഒ വാല്യൂ ഈസ് ഹൈ, വെൻ ദ വോൾട്ടേജ് അല്ലെങ്കിൽ വി ഒ വാല്യൂ ഈസ് ഹൈ, അതായത് ഞാൻ ഇപ്പോൾ ഷെയ്ഡ് ചെയ്യുന്ന ഏരിയ, ഇതാണ് നമ്മുടെ വരുന്ന വി സി ഒൻ്റെ വോൾട്ടേജിൻ്റെ ഹൈ വാല്യൂ എന്ന് പറയുന്നത്. ആ സമയത്ത് മാത്രമേ സ്വിച്ച് കണ്ടക്ട് ചെയ്യുള്ളൂ. സ്വിച്ച് കണ്ടക്ട്, സ്വിച്ച് ഓൺ. ഓക്കെ, വെൻ ദ സ്വിച്ച് ഈസ് ഓൺ, ദ ഷെയ്ഡഡ് പോർഷൻ ഇൻ ദ പാസിംഗ് വാല്യൂ ഓഫ് ദ ഇൻപുട്ട് സിഗ്നൽ. അപ്പോൾ നമ്മുടെ കൊടുക്കുന്ന ഇൻപുട്ട് സിഗ്നൽ കണ്ടക്ട് ചെയ്യും തിരിച്ച്, എറർ അല്ലേ. അതാണ് നമ്മുടെ സ്വിച്ച് ഓപ്പൺ ആയിരിക്കുന്നു, അത് ക്ലോസ് ചെയ്യുന്ന സമയത്ത് എന്തായി, ഈ ഇൻപുട്ട് ഇങ്ങോട്ട് കണ്ടക്ട് ചെയ്യും, എററിലോട്ട് കണ്ടക്ട് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് സിഗ്നലിൻ്റെ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മുടെ വി ഒ ഹൈ ആയിരിക്കുന്ന നേരത്താണ് ഇൻപുട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ബാക്കി സമയത്ത് ഇൻപുട്ട് കണ്ടക്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഏവറേജ് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എറർ സിഗ്നൽ. ഓക്കെ, എറർ സിഗ്നൽ വി ഒ ഏവറേജ് വാല്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റീവ് കിട്ടും. എറർ വോൾട്ടേജ് ഈസ് പോസിറ്റീവ്. ഓക്കെ, എറർ വോൾട്ടേജ് ഈസ് പോസിറ്റീവ്. ഇനി ചില കണ്ടീഷനിൽ നമുക്ക് ഇനി 180 ഡിഗ്രി, അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിന് തിരിച്ചു നോക്കിയിട്ട് 180 ഡിഗ്രി, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇനിയിപ്പോൾ വരുന്ന ഇൻപുട്ട് 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരികയാണ്. അപ്പോൾ ഇൻപുട്ട് നമ്മുടെ വി ഒ പോസിറ്റീവ് ആയിരിക്കുന്ന സമയത്ത് വി എസ് തിരിഞ്ഞു വരും. ഓക്കെ, 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിൽ വരികയാണെങ്കിൽ വിചാരിക്കും. അപ്പോൾ നമുക്ക് കണ്ടക്ട് ചെയ്യപ്പോഴായിരിക്കും ഹൈ, ഔട്ട്പുട്ട് വോൾട്ടേജ് ഹൈ ആയിരിക്കുന്ന ഈ സമയത്താണ് അല്ലേ. അപ്പോൾ നമുക്ക് എറർ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി വി ക്യാൻ സേ ദാറ്റ്, അതായത് ഇത് രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ആണെങ്കിൽ നമുക്ക് എറർ വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ നിങ്ങളിതിൻ്റെ അടിയിൽ തന്നെ വരയ്ക്കാൻ ഞാനൊരു ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്. വെൻ ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി, വെൻ ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി നമുക്ക് വരയ്ക്കുമ്പോൾ വി ഒ ഹൈ ആയിരിക്കുന്ന നേരത്ത്, വി ഒ ഹൈ ആയിരിക്കുന്ന നേരത്ത് നമുക്ക് നോക്കാം എങ്ങനെ വരാം. വി ഒ, ദെൻ വി എസ്, വി എസ് ഈസ് 90 ഡിഗ്രി, 90 ഡിഗ്രിയാണ് ഫേസ് ഡിഫറൻസ്. നമുക്ക് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ്, ഇത് 0 ആയിരിക്കുന്ന നേരത്ത് 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് നമുക്ക് വരച്ച് നോക്കാം. അപ്പോൾ വി ഒ ഹൈ ആയിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 0 to പൈ ഇതുവരെയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കി ഹൈ ആയിരിക്കുന്ന നേരത്ത് എറർ വോൾട്ടേജ് പകുതി സമയം പോസിറ്റീവും പകുതി സമയം നെഗറ്റീവും. അത് തന്നെയാണ് ഇവിടെയും വരുമ്പോൾ വീണ്ടും വി ഒ ഈസ് ഹൈ, ആവറേജ് വാല്യൂ ഓഫ് എറർ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്താൽ മനസ്സിലാവും, പോസിറ്റീവ് പകുതി നെഗറ്റീവ് പകുതി. അപ്പോൾ എറർ വോൾട്ടേജ് ഈസ് 0. അപ്പോൾ 3 കണ്ടീഷൻ നമ്മളിപ്പോൾ പറഞ്ഞിരുന്നു, 3 കണ്ടീഷൻ. അതായത് വെൻ ഫേസ് ഡിഫറൻസ് ഈസ് 0 ഡിഗ്രി, എറർ വോൾട്ടേജ് പോസിറ്റീവ്.
When phase difference is 180 degree, error voltage is negative. Average value കേട്ടോ. When phase difference is 90 degree, error voltage is 0. അപ്പോൾ നമുക്ക് ഈ എറർ വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണോ അത് നോക്കിയിട്ട് ഫേസ് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. വെൻ നമുക്ക് 3 കണ്ടീഷൻ പറഞ്ഞു. വെൻ ദ ഫേസ് ഓഫ് ഇൻപുട്ട് വോൾട്ടേജ് ഈസ് 90 ഡിഗ്രി, phase difference is 90 degree, we saw that average value of error voltage is 0. Okay, phase difference between output and input voltage is 90 degree, the error voltage is 0. At this condition, the PLL is said to be in perfect lock condition. മനസ്സിലായോ? PLL perfect lock conditionലാണെന്ന് പറയാം. when phase difference is 90 degree. when phase difference is 0, നമുക്ക് error voltage is positive maximum. Other time error voltage is negative maximum when phase difference is 180 degree. ഓക്കെ, ഇതാണ് ഈ നമുക്ക് വരയ്ക്കേണ്ട വേവ് ഫോംസും എഴുതേണ്ട എക്സ്പ്ലനേഷനും. ഏതിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ അനലോഗ് ഫേസ് ഡിറ്റക്ടറിനെ പറ്റി ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ അനാലിസിസ് ഉണ്ട്, അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് നോട്ട് ചെയ്യാം. എ ഫേസ് കമ്പാരറ്റർ അല്ലെങ്കിൽ ഫേസ് ഡിറ്റക്ടർ ഈസ് ബേസിക്കലി അനലോഗ് ഫേസ് ഡിറ്റക്ടർ എന്നാണ് പറയുന്നത്. അപ്പോൾ അനലോഗ് phase detector is basically a mathematical അല്ലെങ്കിൽ a multiplier which multiplies the input signal, ഇൻപുട്ട് സിഗ്നലിനെ നമുക്ക് തൽക്കാലം ബ്രാക്കറ്റിൽ റെപ്രസെൻ്റ് ചെയ്യാം. വി എസ് ഇസ് ഈക്വൽ ടു അതിൻ്റെ മാക്സിമം വാല്യൂ വി എസ്, ക്യാപിറ്റൽ വി എസ് സൈൻ ഒമേഗ ടി. ഒമേഗനെ നമുക്ക് ഇൻപുട്ട് ഫ്രീക്വൻസി എഫ് എസ് ആയതുകൊണ്ട് വി എസ് സൈൻ 2π എഫ് എസ് ടി എന്ന് എഴുതാം. ഓക്കെ, ബൈ ദ ഇതിന് എന്ത് വെച്ചാലും മൾട്ടിപ്ലൈ ചെയ്താൽ നമ്മൾ ബൈ ദ വോൾട്ടേജ് സോഴ്സ് സിഗ്നൽ, വോൾട്ടേജ് കൺട്രോൾ ഓസിലേറ്റർ സിഗ്നൽ, അതായത് ഔട്ട്പുട്ട് സിഗ്നൽ വി ഒ ഈക്വൽ ടു വി ഒ സൈൻ 2π എഫ് ഒ ടി പ്ലസ് ഫേസ് ഡിഫറൻസ് 5, രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 5. അപ്പോൾ നമുക്കിതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എറർ വോൾട്ടേജ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് ഇത് രണ്ടിനും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. വി ഒ സൈൻ 2π എഫ് 0 ടി പ്ലസ് 5 ഇൻറ്റു ഇൻപുട്ട് വി എസ് സൈൻ 2π എഫ് എസ് ടി. ഓക്കെ, ഒന്നും കൂടിയും നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ error voltage is equal to k times Vs V naught, then രണ്ട് വോൾട്ടേജസും സൈൻ 2π എഫ് എസ് ടി ഇൻറ്റു സൈൻ 2π എഫ് ഒ ടി പ്ലസ് 5. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഇനി ഇതിനൊന്നും കൂടി അറേഞ്ച് ചെയ്യാം. ഇതിൽ നമ്മൾ കെ എന്നൊക്കെ പറയുന്ന പേരാണ് ഫേസ് കമ്പാരേറ്റർ ഗെയിൻ. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയ ഒരു എക്സ്പ്രഷൻ വി ഈസ് ഈക്വൽ ടു കെ വി എസ് വി സീറോ, ഇൻറ്റു സൈൻ ഓഫ് ടൈം. അപ്പോൾ സൈൻ എ സൈൻ ബി, അപ്പോൾ നമുക്കതിനെ 2 സൈൻ എ സൈൻ ബി ഈക്വൽ ടു നമുക്ക് കോസ് എ മൈനസ് ബി മൈനസ് കോസ് എ പ്ലസ് ബി എന്ന് എഴുതാം. അപ്പോൾ അതേപോലെ വി ഇനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ഒന്ന് ചേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ കെ ഇൻറ്റു വി എസ് വി നോട്ട് ബൈ 2 അല്ലേ. ഓക്കെ, ദെൻ കോസ് എ മൈനസ് ബി, അപ്പോൾ കോസ് 2π എഫ് എസ് ടി മൈനസ് 2π എഫ് ഒ ടി മൈനസ് 5, ദെൻ കോസ് മൈനസ് കോസ് എ പ്ലസ് ബി, അപ്പോൾ മൈനസ് കോസ് ഇത് രണ്ടും കൂടി സം ചെയ്യുക എഫ് എസ് ടി പ്ലസ് 2π എഫ് 0 ടി പ്ലസ് 5. ഓക്കെ,
ഇനി നമുക്ക് എന്താണ് വെൻ എഫ് എസ് ഈക്വൽ ടു എഫ് നോട്ട് ഈക്വൽ ടു എഫ് ആണെങ്കിൽ എറർ വോൾട്ടേജിന് നമുക്ക് കെ വി എസ് വി നോട്ട് ബൈ ടു ഈ രണ്ട് ടേം നമുക്ക് ക്യാൻസലായി പോകും. അപ്പോൾ കോസ് ഓഫ് -5 ഓക്കെ മൈനസ് കോസ് ഓഫ് ബ്രാക്കറ്റുണ്ട് 5 മൈനസ് കോസ് ഓഫ് രണ്ടും കൂടി സം ചെയ്യുക. അപ്പോൾ 2π FST 2π FST അപ്പോൾ എഫ് എന്നായി രണ്ടും. അപ്പോൾ 4π FT പ്ലസ് 5 ഓക്കെ ഇങ്ങനെ നമുക്ക് കിട്ടും. ഇനി ഈ സമയത്ത് നമുക്ക് ലോ പാസ് ഫിൽറ്റർ ഉപയോഗിക്കണമെങ്കിൽ when we are using low pass filter അപ്പോൾ ഈ ഒരു ടൈമിൽ നമ്മൾ പറയുന്ന പേര് ഫ്രീക്വൻസി മൾട്ടിപ്ലയർ ടൈമാണ്. when we use low pass filter this frequency multiplier term അല്ലെങ്കിൽ that part is eliminated. അതിനെ നമ്മളവിടെ ഫിൽറ്റർ ചെയ്തു. അപ്പോൾ വി ഇ again equal to KVS V0 by 2 into cos of -5. When phi is equal to 90 degree, what will happen? Error voltage V becomes 0. ഇതാണ് ഇതിൻ്റെ ഒരു പ്രൂഫ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. ഈ എറർ വോൾട്ടേജിൻ്റെ എക്സ്പ്രഷൻ ഒന്ന് വരെ ഡിറൈവ് ചെയ്ത് വെക്കണം. അനലോഗ് ഫേസ് ഡിറ്റക്ടറിൽ എങ്ങനെയാണ് ഫേസിനനുസരിച്ചിട്ട് വോൾട്ടേജ് എറർ മാറുന്നത്. അപ്പോൾ നമുക്ക് വി ഇ കിട്ടിക്കഴിഞ്ഞാൽ when we get VE we can easily calculate phi. When VE is known, phi can be detected. ഓക്കെ അതാണ് ഇത്രയും കാര്യങ്ങളാണ് അനലോഗ് ഫേസ് ഡിറ്റക്ടറിനെ പറ്റി പറയാനുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടർ. അത് നമുക്ക് പെട്ടെന്ന് പറയാം. ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടർ അനലോഗ് ഫേസ് ഡിറ്റക്ടർ ഈസ് ഓവർ. ഡിജിറ്റൽ ഫേസ് അതിൽ നമുക്ക് ഇന്ന 3 ടൈപ്പിൽ ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടർ വരുന്നുണ്ട്. സിലബസിൽ ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല, 3 എന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് വി വിൽ ലുക്ക് ഇൻ ടു ഓൺലി 1 ഫേസ് ഡിറ്റക്ടർ, ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടർ. അപ്പോൾ ഇറ്റ് ഈസ് ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഓർ ഗേറ്റ് ആണ്. ഗേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓർ ഗേറ്റ് ട്രൂത്ത് ടേബിൾ അതെന്താണ് ചെയ്യുന്നത്? ഓർ വിച്ച് പ്രൊഡ്യൂസസ് ഡിജിറ്റലാകുമ്പോൾ നമുക്ക് 2 വാല്യൂസ് ഉള്ളൂ, ഐദർ 0 or 1. വിച്ച് പ്രൊഡ്യൂസസ് എ ഹൈ ഔട്ട്പുട്ട് അല്ലേ? വെൻ എന്താണ്? വെൻ ഓൺലി ഇഫ് വൺ ഓഫ് ദ ഇൻപുട്ട് ഈസ് ഹൈ. നമുക്ക് ട്രൂത്ത് ടേബിൾ വരയ്ക്കുമ്പോൾ 2 ഇൻപുട്ട് എ ബി, അത് നമുക്ക് ഔട്ട്പുട്ട് എന്താണ്? 0 ആണെങ്കിൽ ഓർ ഗേറ്റിൻ്റെ 0, ഏതെങ്കിലും ഒരു 0 1 ആണെങ്കിൽ ഇറ്റ് വിൽ ബി 1 0 ആണെങ്കിലും 1 1 ആണെങ്കിൽ 0. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആണെങ്കിൽ മാത്രം ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഓർ ഗേറ്റ് വെച്ചിട്ടുള്ള ഫേസ് ഡിറ്റക്ടറിൻ്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഓർ ഗേറ്റ് വരയ്ക്കുകയാണെങ്കിൽ അപ്പോൾ നമുക്ക് എറർ വോൾട്ടേജ് തന്നെയാണ് നമ്മുടെ ഇതിൻ്റെ ഔട്ട്പുട്ട്. ഇതിലേക്ക് കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് ഒന്ന് വി എസും ഒന്ന് വി ഒയും ആണ്. അപ്പോൾ നമുക്ക് വി എസും വി ഒയും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു. ഫേസ് ഡിഫറൻസ് 0 ആയിരുന്ന സമയത്ത് അനലോഗ് ഡിറ്റക്ടറിൽ വെൻ ദ ഫേസ് ഡിഫറൻസ് ഈസ് 0 വിൽ ഗെറ്റ് എവറേജ് എറർ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു പോസിറ്റീവ് വാല്യൂ. ഇവിടെ നേരെ മറിച്ചാണ് വരിക. നമുക്ക് ഇതിൻ്റെ ഒരു വേവ് ഫോം നമുക്ക് വരച്ച് നോക്കാം എങ്ങനെയാണ് വരിക എന്നുള്ളത്. ആദ്യം ബ്ലൂ കളറിൽ വി എസ് വരയ്ക്കാൻ പോവാണ്. വി എസ് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് വി എസ്, നാല് പൾസൊക്കെ വരച്ചാൽ മതി, ധാരാളം. ഓക്കെ ഇതിന് നമുക്കറിയാം. താഴോട്ട് ഇങ്ങനെ കാണിച്ചാലും കുഴപ്പമില്ല, കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ചിലപ്പോൾ ലൈൻ ഇല്ലാത്ത ഷീറ്റിൽ വരയ്ക്കണമെങ്കിൽ അതിനെ എന്നാൽ താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യുക പോയിൻറ്റ്സ്. ഓക്കെ
നമുക്ക് 0 ആണ്, പൈ ആണ്, 2π ആണ്, ഒരു ഹാഫ് സൈക്കിളാണ്. ഓക്കെ, ദെൻ വിൽ ഡ്രോ വി എസ്. ഇത് നമുക്ക് വി ഒ വരച്ചു. നെക്സ്റ്റ് വി എസ് വരച്ചു. വി എസ് നമ്മളൊരു ഫേസ് ഡിഫറൻസിൽ വരച്ചു. ഓക്കെ, അപ്പോൾ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസിൽ വരച്ചെന്ന് വിചാരിക്കും. 90 ഡിഗ്രി. അപ്പോൾ ഒരു 90 ഡിഗ്രി ഫേസ് ഡിഫറൻസ് വരയ്ക്കും. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അപ്പോൾ നമുക്കിനി വി എസ് ആയി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് വരച്ച് നോക്കാം. ഓക്കെ, ഇത് 0, പൈ, 2π. ഓക്കെ, ഇനി 0 മുതൽ π/2 വരെ, അപ്പോൾ ഇത് π/2 ആണ്. 0 മുതൽ π/2 വരെ വി ഒ എന്ന് പറയുന്നത് 0 to π/2 വി ഒ എന്ന് പറയുന്നത് ഹൈ ആണ്. ആൻഡ് വി എസ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, വിൽ ഹാവ് ഔട്ട്പുട്ട് 0 to π/2. ഇനി π/2 മുതൽ പൈ നോക്കുക. π/2 to പൈ, വാട്ട് വിൽ happen? വി ഒ ഈസ് ഹൈ ആൻഡ് വി എസ് ഈസ് ഓൾസോ ഹൈ. ദെർഫോർ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ എറർ വോൾട്ടേജ് വി എന്ന് പറയാം, വി വിൽ ബി 0. സിമിലർലി പൈ ടു 2π, പൈ ടു 2π ആരാ? വി എസ് ഹൈയും വി ഒ ലോയാണ്. അപ്പോൾ എഗെയിൻ നമുക്ക് കിട്ടി, റിപ്പൾസ് കിട്ടി. ദെൻ പൈ ടു പൈ ടു, ഇത് നമുക്ക് 3π/2 ആണ് വരെ. ഇവിടെ പൈ 3π/2. 3π/2 മുതൽ പൈ വരെ രണ്ടുപേരും ഹൈ, രണ്ടുപേരും ഹൈ ആണ്, രണ്ടുപേരും ലോ ആണ്. രണ്ടുപേരും ലോ ആകുമ്പോൾ നമുക്ക് അപ്പോഴും ഔട്ട്പുട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ എറർ വോൾട്ടേജ് കിട്ടില്ല. അഗൈൻ വി എസ് വി ഒ കമ്പയർ ചെയ്യുമ്പോൾ വി ഒ വിൽ ബി ഹയർ. നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇത് നേരെ തിരിച്ചു വരികയാണ്. രണ്ടും ഒരേ ഫേസിലാണ് എന്ന് വരയ്ക്കുക. അപ്പോൾ രണ്ടും ഒരേ ഫേസിലാണെങ്കിൽ ഇപ്പോൾ വി എസും വി ഒയും ഇങ്ങനെ തന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ രണ്ടും വരയ്ക്കുമ്പോൾ എന്തായി? ഔട്ട്പുട്ട് വോൾട്ടേജ്, എറർ വോൾട്ടേജ് നമുക്ക് കിട്ടും. രണ്ടും എല്ലാ സമയത്തും ഈക്വലായിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ വി എറർ എന്ന് പറയുന്നത് 0 ആയിരിക്കും. രണ്ടും തമ്മിൽ ഡിഫറൻസ് ആണ്, രണ്ടും ഒരേ സമയത്ത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് ഒരു 180 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് വി എസ്, അങ്ങനെ ഓർഡർ ഒന്നുമില്ല. നമുക്ക് വി ഒ ഫേസ് ഡിഫറൻസ് 180 എന്ന് പറയുമ്പോൾ തിരിച്ചു വരും രണ്ടും. ഇത് 0 ആവുന്ന സമയത്ത് ഇയാൾ ലോവും. ഓക്കെ, അപ്പോൾ നമുക്ക് എറർ വോൾട്ടേജ് വരയ്ക്കുകയാണെങ്കിൽ എറർ വോൾട്ടേജ് എങ്ങനെ കിട്ടും? ഇവിടെ മാക്സിമം അല്ലേ, 0 മുതൽ പൈ വരെ, 0, പൈ, 2π. ഓക്കെ, അഗെയിൻ ഇതിങ്ങനെ വന്നു. അപ്പോൾ മാക്സിമം വാല്യൂ കിട്ടി പൈയിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് വെൻ phi is 0, value of V error voltage V 0. Phi is 90. Phi is 90 നമുക്ക് എന്ത് കിട്ടി? വി ഒ എന്ന് പറയുന്നത് മാക്സ് 180 ഡിഗ്രി ആകുമ്പോൾ വി ഒ മാക്സിമം വാല്യൂ കിട്ടി. ഫൈ 90 ഡിഗ്രി ആയിരുന്നപ്പോൾ വി നേരത്തെ കിട്ടിയതിൻ്റെ പകുതി കിട്ടി. ഓക്കെ, എറർ വോൾട്ടേജ്. അപ്പോൾ നമുക്ക് എറർ വോൾട്ടേജ്, first we can say that error voltage increases with phase from
0 to pi, okay, and decreases with further increase in phase from pi to 2 pi. നമ്മളതിനെ ഗ്രാഫിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാൻ നോക്കാം. ഇത് വോൾട്ടേജും ഇത് ഫേസ് ആണെന്ന് വിചാരിക്കും. ഫേസ് 0, ഫേസ് പൈ ബൈ 2, പൈ 3 പൈ ബൈ 2, 2 പൈ. അപ്പോൾ പൈയിൽ മാക്സിമം വോൾട്ടേജ്, ഓക്കെ. 2 പൈ എത്തുമ്പോൾ തിരിച്ച് 0 തന്നെയാവും. ഇതാണ് മാക്സിമം വോൾട്ടേജ് വി. ദെൻ പൈ ബൈ 2 അതിൻ്റെ പകുതി വി ബൈ 2. ഇതാണ് ഡിജിറ്റൽ ഫേസ് ഡിറ്റക്ടറിൻ്റെ ഈ ഫേസിനനുസരിച്ചുള്ള വോൾട്ടേജ് വേരിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഫേസ് ഡിറ്റക്ടേഴ്സിൽ വരുന്ന അനലോഗ് ആൻഡ് ഡിജിറ്റൽ, അതിൻ്റെ ഫോം, വർക്കിംഗ്, അതിൻ്റെ മെത്തേഡ്. ഇത് അത്രയും കാര്യങ്ങളാണ് ഫേസ് ലോക്ക് ലൂപ്പിനെ ബേസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇത് വേറെ നോട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തം രീതിയിൽ ഇതിൻ്റെ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, എഴുതി വയ്ക്കുക. ഓക്കെ, അസൈൻമെൻ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക.